അതെ, പുരുഷനങ്കളുടെ വൈഫല്ലേ? അങ്കിളിനെ അറിയോ? ആ പിന്നെ, അങ്കിള് നല്ല സ്മാർട്ട് അല്ലേ? അങ്കിൾ ഇന്നലെ ഫേസ്ബുക്കിൽ ലൈവ് ഒക്കെ വന്നിരുന്നല്ലോ, ആന്റി കണ്ടില്ലേ? ഇല്ല. കാണിക്കാലോ ഞാന്. ദാ നോക്കിക്കേ. ഇനി നമ്മൾ കലവറിലേക്ക് അടക്കുകയാണ്. ഇവിടെ ധാരാളം സ്ത്രീകളുണ്ട്. പക്ഷേ കണ്ടുകിട്ടി കല്യാണ വീട്ടിൽ സുന്ദരക്കുട്ടിയെ കണ്ടുകിട്ടി. സൂഫി, എന്റെ പേരെന്താ മനസ്സിലായി? നേരത്തെ മനസ്സിലായി. ഇതാണ് സൂസി. ഇപ്പഴാ ഇത് ആദ്യമൊക്കെ മാറി ഒരു കമ്മായത്. കൈക്കെന്നാ പറ്റിയേട്ടാ? ഓ, കല്യാണമൊക്കെ അല്ലേടാ, ഒരു രസത്തിന് കല്ലിനടിച്ച് ചതച്ചതാ. ഓക്കെയാണ്, കുഴപ്പമില്ല. വേണ്ടപ്പോ പറഞ്ഞാൽ മതി. എപ്പോഴും സാധനം റെഡിയാണ് കേട്ടോ. ഞാനും റെഡിയാ മോനെ. കുറച്ചുകൂടെ കറക്റ്റാണ്. ചേട്ടാ, ദേ അവിടെ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നു, വേഗം വന്നേ. ആണോ? എന്റെ പൊന്നോ, അങ്ങനെ മാറി വീഡിയോ മോനെ പെട്ടെന്ന് എടുക്കണടാ, അവിടെ ചെന്നിട്ട് കുറച്ച് ജോലിയുള്ള. അടുത്ത ഫാമിലി ഓട്ടെ മോനെ. ചേച്ചി ഒന്ന് മാറിക്കേച്ചി, കുറെ നേരം ഇയാളെന്ത് സ്റ്റെല്ല ബ്യൂട്ടീഷ്യൻ കോഴ്സ് എവിടാ പഠിച്ചേ? എനിക്കൊന്നും ഒരുങ്ങാൻ. ഷൈമോനെ കേറിക്ക്. ചേട്ടാ വാ, എല്ലാരും റെഡിയായി. നീ ഒന്ന് ചുമ്മാരി. ഇന്നലെ ഉണ്ടാക്കിയ പുകില് നീ കണ്ടില്ലല്ലോ, എന്തേലും കാണിക്കട്ടെ. ഇങ്ങനെയുണ്ട് ഒരു രാജ്യസ്നേഹം അല്ലേ? വാട്ടാ മോനെ, വാടാ. ചേട്ടാ വാ, ഇവിടെ നിൽക്കാൻ. അതെ, വേറെ ആരെങ്കിലും വിളിച്ച് നിർത്തിയാൽ മതി. കൊറോണ ഉണ്ടല്ലോ. എന്ത് ചേട്ടാ? എടി, അമ്മാരുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നല്ലേ? ആ പോന്നല്ലോ. ചേട്ടൻ പോയില്ലേ? എന്നിട്ട് അഞ്ചിട്ട് മാമ, ചെറുക്കനും പാർട്ടി എത്തി. അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞു. സ്വീകരിക്കണമെന്ന് പറഞ്ഞു. എടാ സലി, എല്ലാം റെഡിയല്ലേ? ഇപ്പൊ ഇറങ്ങും. ഇപ്പൊ ഇറങ്ങുന്ന പറഞ്ഞിട്ട് ചെറുക്കനെ ഇറങ്ങാത്ത ഇവനീ സ്വീകരണം പോലെ ഞാനും എമ്പാരും കൂടെ വേണം. ഇവനൊക്കെ എവിടുത്തെ ദുബായിക്കാരൻ. എടാ പയ്യനോട് ഇറങ്ങാൻ പറ. ബൈക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോരെ? എടാ ഒന്ന് വേഗം ഇറങ്ങാൻ പറ. ചേട്ടാ റെഡിയാ, ഇറങ്ങിക്കോ. ചേട്ടാ ഗ്ലാസ് ഒന്ന് കേട്ടോ. ചേട്ടാ ഗ്ലാസ് എന്താ ചേട്ടാ? എന്തിനാ ഇറങ്ങാത്തെ? ചേട്ടൻ തന്നെ എന്ന് പറഞ്ഞാൽ മതി. അവനാണ് ഒടുക്കത്തെ ജാടയാ. ആ ചില്ല് പോലും തുറന്നില്ല. എത്ര നേരായി വെയിറ്റ് ചെയ്യുന്നു. ഇവനൊക്കെ എന്ത് ഇറങ്ങിയാലും വാങ്ങാത്തൊലി. ടാ ഇത് കറക്കം നോക്കോളാം. എന്റെ വട്ടം വന്ന് ചാടിയേക്കരുത്, മനസ്സിലായല്ലോ? ശാന്തി, ഇതിന് മുഹൂർത്തമൊക്കെ ഉണ്ടോ? അല്ല അറിയാൻ പയ്യനോട് ഇറങ്ങാൻ പറ. മുഹൂർത്തവാറായി. ശാന്തി ചീത്ത വിളിക്കും. സന്ദീപിനോട് ഒന്ന് ഇറങ്ങിക്കോളാൻ പറ. ഇവിടെ എല്ലാം റെഡിയാ.
എന്താണ് മോനെ വേഗം ഇറങ്ങും, സമയമായി. എൻ്റെ അച്ഛ ഞാൻ വീട്ടിൽ വെച്ചാൽ പറഞ്ഞാണ് ധൃതി വെക്കരുതെന്ന്. അല്ല അവര് അച്ഛ കല്യാണം ഒറ്റ പ്രാവശ്യം അതെയല്ലേ. നല്ല കാശ് തുടങ്ങി ഫോട്ടോഗ്രാഫർ ചങ്ങനായി എന്നെ നന്നായിട്ട് എടുക്കാൻ വേണ്ട. അറിയോ സനിച്ചേട്ടാ സിംഗപ്പൂർ നേരിട്ട് ഇങ്ങോട്ടാ വരുന്നത്. പുള്ളി കല്യാണം വരാൻ സമ്മതിച്ചാൽ നമ്മുടെ ഭാഗ്യം. പുള്ളി വന്നിട്ടേ ഞാൻ ഇറങ്ങുള്ളൂ. അച്ഛൻ പൊയ്ക്കോ. എന്നാ ശരി മോനെ. സെൽഫി എടു. മോളൊന്ന് മാറിക്കേ ഒന്ന്. അതെ, ഒരു ഫോട്ടോഗ്രാഫർ വരാനുണ്ട്, ഇപ്പൊ വരും. സന്തോഷവനായിരിക്കും. ചേട്ടനെ മറ്റേ പുള്ളി തല്ലിയല്ലേ? പക്ഷെ കുഞ്ഞപ്പനെ അറിയത്തില്ല എന്നെ അച്ഛനാണ്. എന്തായാലും കിട്ടി വരണം അന്തസ്സായിട്ട്. പിന്നെയും പുള്ളി ചേട്ടനെ നോക്കി നടക്കുന്നുണ്ട്. ചേട്ടനെ ഈ സാധനം അടിച്ചുകൊണ്ട് ഇതിൻ്റെ അകത്തിരുന്നോ? ആര് വിളിച്ചാലും കഥ തുറക്കണ്ട. ഇനി നീ വിളിച്ച തുറക്കില്ല പിന്നെ. ചേട്ടാ എത്ര നേരമായിട്ടോ ഒന്ന് ഇറങ്ങാൻ പറയാം. എന്ത് പരിപാടിയാണിത്? അല്ല, ഇവിടെ 2 ഫോട്ടോഗ്രാഫർമാരുണ്ടല്ലോ. ഒന്ന് നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒന്ന് ഞങ്ങളുടെ. അയ്യേ, അത് ഇതുപോലത്തെ ഫോട്ടോഗ്രാഫർ അല്ല, വലിയ ഫോട്ടോഗ്രാഫറാ. ചേർത്തല്ല ഒരു സാമ്പാർ കല്യാണം ഇല്ലടാ, ഫ്രീയാ, വെറുതെ ഇരിക്കാ. മോനെ സിംഗപ്പൂര് മറ്റേ കണ്ടിട്ടല്ലേ? ഓക്കെ. ചേട്ടാ സമയമായി, ശാന്തി പ്രശ്നമാക്കണുണ്ടേ. അല്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്യണേ. അല്ല വെറുതെ നോക്കല്ലേ, ആ പരിപാടി ശരിയാവില്ല. ഇത് നീ എന്റെ ഫേസ്ബുക്ക് പേജ് ഫോട്ടോ ലൈക്ക് അടിച്ചോണ്ട് എന്റെ കാല് പിടിച്ചോണ്ട് ഞാൻ വരാൻ സമ്മതിച്ചേ. കുഴപ്പമില്ല ചേട്ടാ, ഒരു കുഴപ്പമില്ല. ചേട്ടൻ കോട്ടിട്ട് ഫോട്ടോ എടുത്തെങ്കിൽ സ്റ്റൈലായാനെ. ഈ വൃത്തിയായിട്ട സെറ്റപ്പിൽ കോട്ട് ഇടണമെങ്കിൽ എക്സ്ട്രാ ചിലവ് വരും. ആണോ? അത് ചേട്ടാ. പിന്നെ ചേട്ടാ അത് അഡ്വാൻസ് ചെയ്ത സമയത്ത് ഒരു കാര്യം മെസ്സേജ് ചെയ്തായിരുന്നു. എന്താ മോനെ? എനിക്ക് ബാക്ക് ഇത്തിരി കൊള്ളാന്ന് കൂട്ടുകാർ പറയുന്നത്. അല്ല കുണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്താ മോനെ, കല്യാണയെ കുറച്ച് വീട്ടിൽ വെച്ച് വന്നോടെ? അല്ല പിന്നെ ഓപ്പോസിറ്റ് ഫോട്ടോഗ്രാഫർ ഒന്നും ശല്യം ചെയ്യരുത് കേട്ടോ. ഇല്ല, ശല്യം ചെയ്യില്ല. പിന്നെ വീട്ടുകാരും ഇടപെടാനും പാടില്ല. ഓക്കെ റെഡി? കം ഓൺ. വാ മോനെ. ആ പരിപാടി തുടങ്ങട്ടെ. ആ ചേട്ടനൊന്ന് മാറ്റിയേ. ആ ചേട്ടന്റെ കളർ ശരിയില്ല. ആ മെറൂൺ ഫെലോ. മെറൂൺ ഫെലോ എന്ന് ഉദ്ദേശിച്ച ജയനെ മനസ്സിലായില്ലേ? അത് പെണ്ണിന്റെ അമ്മാവനല്ലേ? അല്ല അത് സാരമില്ല. സൽമാൻ ചേട്ടൻ പറഞ്ഞോളൂ കേട്ടോ കേട്ടോ പ്ലീസ്. ആ പയ്യൻ കയറട്ടെ. മഞ്ഞയാണോ അവൻ? യെല്ലോ ഫെലോ. ഒന്ന് മാറ്റി. എന്റെ മോനാ സുമേഷ്, അവനെ മുറച്ചെടുക്കണ പെണ്ണുണ്ട്. മോനിട്ടോടാ. ആ മാലയിൽ നിന്ന് എടാ മനെ ഈ കടിച്ചിറക്കുന്നുണ്ട്. ഇനി ആ ബൊക്ക മേടിച്ചോ, കയ്യിലേക്ക് കൊടുത്ത് ഒരു ഷെയ്ക്കാനും കൊടുത്ത്. മോതിരം വല്ല കൊടുത്തുണ്ടോ? മോതിരം ഒന്നുമില്ല. അപ്പൊ എല്ലാവർക്കും നടക്കാം പോരെ. ഏതാ ഈ നരപ്പൻ അഹങ്കാരി? ആന്റി വാ. എല്ലാവരും കൂടെ പോകുന്നു. വീട്ടിൽ പോരെ.